ആനമലയിൽ നിന്നും ഉത്ഭവിക്കുന്ന ചാലക്കുടി പുഴ ആതിരപ്പള്ളി വാഴച്ചാൽ വനമേഖലയെ സമൃദ്ധമാക്കി ഒഴുകി 80 അടിയോളം താഴ്ചയിൽ പതിക്കുന്ന ദക്ഷിണേന്ത്യയിലെ നയാഗ്ര എന്നറിയപ്പെടുന്ന വെള്ളച്ചാട്ടമാണ് ആതിരപ്പള്ളി വെള്ളച്ചാട്ടം. അപ്പോൾ നമ്മൾ ടിക്കറ്റൊക്കെ കാണിച്ച് ഉള്ളിൽ കയറി. ചെറിയൊരു കയറ്റം, പിന്നെ വലിയൊരു ഇറക്കം ആയിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആളുകളൊക്കെ പോയി വന്നുമൊക്കെ നിൽക്കുന്നു. നമ്മൾ നടക്കുന്ന സ്ഥലം കണ്ടോ, ഈ ഒരു ട്രാക്ക് കണ്ടോ, ഈ ട്രാക്ക് കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലായവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ നടന്ന് വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ ഭാഗത്തെത്തി. ഇനി ഇവിടുന്ന് താഴേക്ക് വെള്ളം ചാടുകയാണ്. അത് കാണണമെങ്കിൽ ഇനി കുറേ താഴേക്ക് നടന്ന് ഏറ്റവും താഴെ എത്തണം. ഇവിടെയാണ് കംഫർട്ട് സ്റ്റേഷൻ, പുരുഷന്മാർക്ക് സ്ത്രീകൾക്കൊക്കെ ബാത്റൂമും ചായ കുടിക്കാനുള്ള ഫെസിലിറ്റിയും ഐസ്ക്രീം തിന്നാനുള്ള സ്ഥലങ്ങളും ഒക്കെ ഉള്ളത് ഇവിടെയാണ്. അപ്പോൾ അതൊക്കെ കഴിക്കാം, ഒന്ന് റെസ്റ്റ് എടുക്കാം. ഇനി നമുക്ക് മുകളിലോട്ട് പോയിട്ട് മുകളിൽ നിന്ന് ഒന്ന് കാണാം, താഴോട്ട് പോയിട്ട് താഴ്ന്നു ഒന്ന് കാണാം. ബാബാ മതി റെസ്റ്റിംഗ് കഴിഞ്ഞു. ഇവിടെ വെള്ളം വീഴുന്നതിൻ്റെ നല്ല ശബ്ദമുള്ളതുകൊണ്ട് ഇനി പറയുന്നതൊന്നും കേൾക്കില്ല. ഇതാണ് വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ ഭാഗം. ഇതേ ആ കാണുന്നൊരു കുടിലില്ലേ, ആ കുടിലാണ് കഴിഞ്ഞ വെള്ളപ്പൊക്കത്തിൽ ഇത്രയധികം വെള്ളം കുത്തി ഒലിച്ചിട്ടും പൊളിയാതെ പോയി എന്ന് പറയുന്ന ആ കുടിലാണിത്. അത് ഏതൊരു സിനിമയ്ക്ക് സെറ്റിട്ടതാണെന്നാണ് നമുക്കറിയാൻ പറ്റിയത്. പലതരത്തിലുള്ള കഥകൾ ആ കുടിലിനെ പറ്റിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് ചാലക്കുടി പുഴയുടെ മുകൾ ഭാഗം, അല്ലെങ്കിൽ ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ ഭാഗം. അവിടെ നിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകി പരന്ന് കിടക്കുകയാണ്, പാറയാണ്. ഒഴുകി ഇവിടെ വന്നിട്ട് അവിടെ നിന്ന് ഒറ്റയടിക്ക് താഴേക്ക് അങ്ങ് വെള്ളം ചാടും. എന്നാ കുറച്ചുകൂടെ താഴോട്ട് പോകാം. അവിടെ ഒരു ഫെൻസിങ് കെട്ടിയിട്ടുണ്ട്, അവിടെ സ്റ്റോപ്പ് ചെയ്യണം നമുക്ക്. വെള്ളം നമ്മൾ കാണുന്നത്ര ഒരു ഭീകരതയൊന്നും വെള്ളത്തിനില്ല. വെള്ളം കുറവാണ്. മൊത്തം കുരങ്ങന്മാരാണ്. കുരങ്ങന്മാരിങ്ങനെ ആകാംക്ഷപൂർവ്വം നമ്മൾ നോക്കുന്നുണ്ട്, എന്തെങ്കിലും കയ്യിൽ നിന്ന് കിട്ടുമോ എന്നറിയാൻ വേണ്ടി. ആളുകൾ കൊടുത്ത് ശീലിപ്പിച്ചാൻ തോന്നും. കുരങ്ങന്മാർക്ക് ഭക്ഷണം കൊടുക്കരുത്, നമുക്ക് പിന്നെ ഭാവിയിൽ അത് ഉപദ്രവമായി മാറുള്ളൂ. മീറ്ററോളം താഴേക്ക് കുത്തനെയുള്ള ഇറക്കമാണ്. ഹൃദ്രോഗമുള്ളവർ ശ്രദ്ധിക്കാന്ന് അവിടെ പ്രത്യേകം ബോർഡ് വെച്ചിട്ടുണ്ട്. വഴി കിടക്കുന്ന കിടപ്പ് കണ്ടോ, നമ്മൾ പകുതി പോലും നടന്നു കഴിഞ്ഞിട്ടില്ല. ഇനിയും നീണ്ടല്ല വളഞ്ഞു പുളഞ്ഞു കിടക്കാണ് അല്ലേ. നമ്മൾ ഷൂ വണ്ടിയുടെ ഡിക്കിയിൽ വെച്ചിട്ട് ചെരുപ്പിട്ടിട്ട് വന്നു, അതൊരു അബദ്ധമായിപ്പോയി. ഷൂ ആണ് ഇവിടെ കയറാനും ഇറങ്ങാനും കംഫർട്ടബിൾ. നമ്മളെ ഇറക്കുവരെ താഴെ എത്തിയിട്ടുണ്ട്. ഇവിടെ എന്നാൽ ക്യാമറയിൽ കാണാൻ പറ്റത്തില്ലെങ്കിലും നമുക്ക് കാണാം വെള്ളച്ചാട്ടം. അതിൻ്റെ ഫുൾ ഹൈറ്റിൽ നമുക്ക് ഉടനെ തന്നെ നിങ്ങളുടെ മുമ്പിൽ ഈ വെള്ളച്ചാട്ടം അനാവൃതമാകുന്നതായിരിക്കും. സംഭവേ എത്ര ഇറക്കമെന്ന് പറഞ്ഞാലും ശരി, പ്രായമായ ആളുകളൊക്കെ താഴെ പോയി കണ്ടു പോകുന്നുണ്ട്. ദെയർ സ്പിരിറ്റ്. ഓക്കെ, പൊളി എന്ന് പറഞ്ഞാൽ പോളി സ്ഥലം. നമ്മൾ ശരിക്കും മഴ നനഞ്ഞ പോലെ നനഞ്ഞിട്ടുണ്ട്, അതൊരു സത്യമാണ്. നമ്മൾ കയറ്റം ഇറങ്ങി വന്നില്ലേ, ഇനി ധരിച്ച് കയറ്റം കയറാനുള്ള എനർജിയും കൂടെ ആയിട്ട് നമ്മൾ ഇവിടുന്ന് പോവുള്ളൂ. അതുപോലെ കിട്ടുന്ന സ്ഥലം. ഞാൻ മുകളിൽ നിന്നപ്പോൾ ഒന്ന് ശങ്കിച്ചു താഴോട്ടൊന്ന് ഇറങ്ങി വരണമെന്ന്. പക്ഷേ ഒരു സംശയം വേണ്ട, താഴെ തന്നെയാണ് വരേണ്ടത്. ഇതാണ് അതിൻ്റെ വൈബ്.
മരമൂട്ടി ലൗദ. ഈ വെള്ളച്ചാട്ടം വന്ന് കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതിയിട്ടാണ് വന്നത്. അപ്പോൾ ഏതായാലും ഇന്ന് ഞങ്ങൾ വാൽപ്പാറ മലക്കപ്പാറ ട്രിപ്പ് നമ്മൾ തൽക്കാലം ക്യാൻസൽ ചെയ്യാണ്, തിരിച്ചു പോവുക. ഇവിടെ നമ്മൾ കുറച്ചധികം സമയം സ്പെൻഡ് ചെയ്ത് പോയി, അതുകൊണ്ടാണ്. അപ്പോൾ ഞങ്ങൾ അതിവിജയകരമായി ആ കയറ്റം കയറി തീർന്നിരിക്കുന്നു. സംഭവം നല്ല സ്റ്റീപ്പ് കയറ്റമായതുകൊണ്ട്, കുത്തനെയുള്ള കയറ്റമായതുകൊണ്ട് ശരിക്കും നല്ല പ്രാക്ടീസ് ഇല്ലാത്ത ആളുകൾ, സ്ഥിരമായി നടക്കുകയും കയറി ഇറങ്ങുകയും ചെയ്യാത്ത ആളുകൾ മുകളിൽ വരുമ്പോൾ നനച്ചു പോകും. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും ഞങ്ങൾ വളരെ ഹാപ്പിയാണ്. താഴത്തെ ആ ഒരു അറ്റ്മോസ്ഫിയർ, അവിടെ നിന്നിട്ട് കാര്യമായിട്ടൊന്നും സംസാരിക്കാനോ ഒന്നും പറ്റില്ല. ഇപ്പോഴും നല്ല ശബ്ദമുണ്ട് അവിടെ വെള്ളം വീഴുന്നതിൻ്റെ, എരമ്പി അലച്ച് വീഴുന്നതിൻ്റെ ശബ്ദം നന്നായിട്ട് കേൾക്കാം. അപ്പോൾ അവിടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ സ്പ്രേ ആയിട്ട് നമ്മുടെ മേത്ത് വീഴുന്നതുകൊണ്ട് നല്ല തണുത്ത്. നമുക്ക് പിന്നെ ചിലയിടങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടില്ല, ഫാനിന് മുമ്പിൽ വെള്ളം സ്പ്രിങ്ക്ലർ ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്, അതുപോലെ ഇങ്ങനെ വെള്ളം വീണുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും താഴേക്ക് നനഞ്ഞു, ഉടുപ്പൊക്കെ നനഞ്ഞു, കംപ്ലീറ്റ് നമ്മുടെ ഇങ്ങനെ മഴ ചെറുതായി ചാറ്റൽ മഴയിൽ പോകുമ്പോൾ ഇങ്ങനെ നനഞ്ഞ് വീഴുമല്ലോ, അതുപോലെ ആയിട്ടുണ്ട്. പക്ഷേ സൂപ്പറാണ്, നല്ല അടിപൊളി വൈബ്. ലോകത്തിൽ തന്നെ വളരെ ശ്രദ്ധിക്കപ്പെട്ട ജൈവ വൈവിധ്യമുള്ള ഒരു പ്രദേശമാണ് വെസ്റ്റേൺ ഘട്ട്, പശ്ചിമഘട്ടത്തിൽ തന്നെ ഏറ്റവും അധികം സംരക്ഷിക്കപ്പെടേണ്ട ജൈവ വൈവിധ്യമുള്ള പ്രദേശമാണ് ഈ ആതിരപ്പള്ളി. മനുഷ്യൻ്റെ മുന്നോട്ട് പോകിൽ വികസനത്തിന് അനിവാര്യമായ ഒരുപാട് ചൂഷണങ്ങൾ ഈ വെസ്റ്റേൺ ഘട്ടിൽ നടന്നിട്ടുണ്ടെങ്കിലും നിലവിലുള്ളതിനെങ്കിലും സംരക്ഷിച്ചിട്ടില്ലെങ്കിൽ നമ്മുടെ ഈ നാടിൻ്റെ സന്തുലിതാവസ്ഥ നഷ്ടപ്പെടുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. നമ്മുടെ സംസ്ഥാന പക്ഷിയായ മലമുഴക്കി വേഴാമ്പൽ അതിപ്പോൾ വംശനാശ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പക്ഷികൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അവശേഷിക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് ഈ വാഴച്ചാൽ വനം ഏരിയ. ഗവൺമെൻറ് ഇതൊരു ടൂറിസം പ്രൊജക്റ്റായി നിലനിർത്തുക എന്നതിനപ്പുറം പ്രകൃതിയെ സംരക്ഷിച്ച് നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. ഇവിടെ തന്നെ ഇപ്പോൾ പ്ലാസ്റ്റിക് വിമുക്ത പ്രദേശം എന്ന് പറയുന്നുണ്ടെങ്കിലും വരുന്ന ആളുകളൊക്കെ വെള്ളം കുടിച്ചിട്ടും ഒക്കെ അവിടെ വലിച്ചെറിയുന്നുണ്ട്. അപ്പം നമ്മളും മാറേണ്ടതുണ്ട്. ഗവൺമെൻറ് ഇതിനെ കൂടുതൽ നന്നായി നിലനിർത്തുവാനും കൂടുതൽ വികസിപ്പിക്കുവാനുമുള്ള ശ്രമങ്ങൾ നടത്തണം. അങ്ങനെയാണെങ്കിലാണ് നമ്മുടെ നാട്, ഈ കേരളം, അതിൻ്റെ കാലാവസ്ഥ, അതിൻ്റെ ഭംഗി, അതിൻ്റെ ജൈവ വൈവിധ്യമൊക്കെ ഇങ്ങനെ നിലനിൽക്കുക. അത് നമ്മൾ ഈ സ്ഥലം കണ്ട് ആസ്വദിച്ച് പോകുമ്പോൾ കൂട്ടത്തിൽ അതുകൂടി നമ്മൾ ഓർക്കണമല്ലോ എന്നുള്ളത് കൊണ്ട് മാത്രമാണ് അതുകൂടി പറഞ്ഞത്. ചാലക്കുടി പുഴ ആനമലയിൽ നിന്ന് ഉത്ഭവിച്ച് വാഴച്ചാൽ വനമേഖലയിലൂടെ ഒഴുകി വന്ന് ഇവിടെ ആതിരപ്പള്ളിയിൽ കുത്തനെയുള്ള പാറക്കൂട്ടത്തിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് പതിച്ച് വീണ്ടും ഒഴുകിപ്പോകുന്നു. അതാണ് നമ്മുടെ ആതിരപ്പള്ളി വെള്ളച്ചാട്ടം. താങ്ക് യു ടീച്ചർ. 2 ഓപ്ഷനുകളാണ് ഇനി നമ്മുടെ മുമ്പിൽ ബാക്കിയുള്ളത്. ഒന്ന് വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിലേക്കും കൂടി പോവുക, അല്ലെങ്കിൽ കുറച്ചുകൂടി നേരം ഇരുട്ടുന്നതിന് മുമ്പ് അവർ അനുവദിക്കുമെങ്കിൽ പോകുന്നിടം വരെ ഒരു ഡ്രൈവ് ചെയ്ത് വെക്കുക. വൈകുന്നേരം സമയമായതുകൊണ്ട് ഡിന്നർ അന്വേഷിച്ച് മൃഗങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കാണാം. ഞങ്ങളാകെ ഇവിടെ കാണാൻ പറ്റിയത് ഇതുവരെ കുരങ്ങനെയും പിന്നെ തെരുവ് നായയും മാത്രമാണ്. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് വെറുതെ ഒന്ന് ഡ്രൈവ് ചെയ്ത് പോവുക. വാഴച്ചാലിൽ തൽക്കാലം നമ്മൾ ഇറങ്ങുന്നില്ല, നമുക്ക് പിന്നൊരു അവസരത്തിൽ അവിടെ കവർ ചെയ്യാവുന്നതാണ്.